പകുതിയില്ലാത്ത സ്കൂട്ടർ തട്ടിപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ഇരയായത് 5526 പേരാണ്. 11 സന്നദ്ധ സംഘടനകൾ ആളുകളിൽ നിന്നും പിരിച്ചത് 20 കോടിയിലധികം രൂപ. പണം കൈമാറിയത് NGO കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനൽക സയ്യിദ് ചേരുന്നുണ്ട്. അനൽക, കോഴിക്കോടും വലിയ തരത്തിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്കാണ് പൈസ നൽകിയിരിക്കുന്നതെന്നും വ്യക്തമാകുന്നുണ്ട്. എന്താണ് കോഴിക്കോട്ടത്തെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ? ഈ പകുതിവില സ്കൂട്ടർ തട്ടിപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ഇരയായത് 5526 പേരാണ്. 11 സന്നദ്ധ സംഘടനകളാണ് ഈ ആളുകളിൽ നിന്ന് പണം വാങ്ങി കുരുക്കിലായിട്ടുള്ളത്. ഏകദേശം 20 കോടിയോളം രൂപ പിരിച്ചെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ പിരിച്ച പണം NGO കോൺഫെഡറേഷൻ ചെയർമാനായിട്ടുള്ള ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്കാണ് കൈമാറിയതെന്നാണ് ഈ പരാതിപ്പെട്ടവരൊക്കെ തന്നെ പറയുന്നത്. ജില്ലയിൽ 5 കോടി വരെ ആളുകളിൽ സമാഹരിച്ച സംഘടനകളുണ്ട്. മറ്റ് ഫണ്ടുകളൊന്നുമില്ലാതെ സന്നദ്ധ സംഘടനകളാണ് എല്ലാം ഇതൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ആളുകൾ നൽകിയ തുക സ്വന്തം നിലയിൽ എങ്ങനെ തിരിച്ചു നൽകാൻ കഴിയുമെന്നതാണ് ഇവരൊക്കെ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്. സന്നദ്ധ സംഘടനകൾ പോലീസിൽ പരാതി നൽകി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ചില ഈ നടക്കാവ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ബാലുശ്ശേരി സ്റ്റേഷനിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി എടുത്തിട്ടുണ്ട്. 7000-ലധികം പേരിൽ നിന്ന് പകുതി വിലക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, അതോടൊപ്പം തന്നെ മൊബൈൽ, ടൈലറിംഗ് മെഷീൻ എന്നിവ നൽകാമെന്ന് പറഞ്ഞാണ് വിവിധ സംഘടനകൾ അതിന്റെ ഭാരവാഹിത്വത്തിൽ നിൽക്കുന്ന ആൾ പണം പിരിച്ചിട്ടുള്ളത്. അതിൽ 1600-ലധികം സ്കൂട്ടറുകളും അതോടൊപ്പം തന്നെ 2500-ലധികം ലാപ്ടോപ്പും 3000-ലധികം തയ്യൽ മെഷീനും വിതരണം ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. പണമടച്ച കുറച്ചു പേർക്ക് നൽകി വിശ്വാസത നേടിയ ശേഷം ആളുകൾ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ബാലുശ്ശേരിയിൽ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ ജനശ്രീ മിഷൻ വഴിയും ഇത്തരത്തിൽ പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് ഉണ്ടായിട്ടുള്ള വാർത്ത 2 ദിവസം മുമ്പ് പുറത്ത് വന്നിരുന്നു. ഗൗതം, അനൽക്കയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.